അങ്ങ് കാശ്മീരിലേക്കുള്ള ഹിമസാഗർ എക്സ്പ്രസ് ദേ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക്. ഞാൻ ട്രെയിൻ കയറി, ട്രെയിൻ എടുത്തു. ഇപ്പോൾ വിജയവാഡ എത്തി. ഈ വിജയവാഡ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സിമ്പലായിട്ട് കാണുന്ന ഒരു വലിയ പാലമാണിത്. ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ആണ്. മയങ്ങാറായി, സൂര്യൻ അസ്തമിക്കാറായി. ഇത് രാജസ്ഥാൻ അടുത്ത് എവിടെയോ എത്തി. അപ്പോൾ രാജസ്ഥാനിലൊക്കെ കാണുന്ന പെബിൾസ്. ട്രെയിൻ ജമ്മുവിലേക്ക് കടന്നു. ജമ്മു താവി. ഞാൻ ഉദ്ധംപൂർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് ശ്രീനഗറിലേക്ക് പോകാനുള്ള ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് നമ്മൾ ബനിഹാലിലേക്ക് ബൈ റോഡ് എത്തണം. ബനിഹാലിൽ നിന്നാണ് പിന്നെ ശ്രീനഗറിലേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ കിട്ടുന്നത്. ഉദ്ധംപൂർ സ്റ്റേഷൻ. ഞങ്ങളിപ്പോൾ ബനിഹാൾ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് നമ്മുടെ ഇന്ത്യൻ പതാക പാറി പറക്കുന്നത് കാണാൻ. ഇത് ശ്രീനഗറിലേക്കുള്ള ട്രെയിനാണ് ബനിഹാളിൽ നിന്ന്. ഇതാണ് കാശ്മീരി കാവ. എനിക്ക് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. 30 രൂപയാണ്. ഉഗ്രൻ സാധനമാണ്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്ന റൂം. കൊച്ചു റൂമാണ്, പക്ഷേ കൊള്ളാം. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ വേറെ റൂമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഡാൽ ലേക്കിൻ്റെ അടുത്താണ് എനിക്ക് റൂം കിട്ടിയേക്കുന്നത്. ശ്രീനഗറിലെ ഗാർഡൻസ് ഒക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. ആദ്യം ഒരു ചഷ്മഷാഹി ഗാർഡൻ ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. നടക്കുവാണ്. ഇവിടെ അടുത്തെങ്ങോ ആണ് സംഭവം. ഗാർഡൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചഷ്മഷാഹി ബൊട്ടാനിക്കൽ ഗാർഡൻ. ഞാൻ അകത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കൊള്ളാലോ, അടിപൊളി പരിപാടിയാണ്. സൂപ്പർ. തുളിപ്പ് ഫെസ്റ്റിവലും ഇതിനടുത്തായിട്ടൊക്കെയാണ് നടന്നത്, പക്ഷേ അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി വന്നപ്പോൾ. ഈ ചുവപ്പ് കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ഗാർഡൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതെന്ത് മരമാണെന്നറിയില്ല. നമ്മുടെ നാട്ടിലെയൊക്കെ സൈപ്രസിൻ്റെ വലുതാണെന്ന് തോന്നുന്നു. കപ്പിൾസ് ആർ നോട്ട് അലൗഡ് എന്നൊരു ബോർഡ് കണ്ട്. അപ്പോൾ അവിടെ കപ്പിൾസിന് എന്തുകൊണ്ട് പറ്റില്ല എന്നൊന്ന് നോക്കിയേക്കാം. ന് പറ്റാത്ത എന്താണ് ഇവിടെ ഉള്ളതെന്നറിയാൻ സ്റ്റെപ്പ് കയറുകയാണ്. ഒരു ബന്ധവും ഇല്ല. പിന്നെ എന്താണോ എന്തോ അങ്ങനെ ഒരു ബോർഡ്. ഏകദേശം ഷാലിമാറല്ല, ചഷ്മഷാഹി ഗാർഡൻ കണ്ടു കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ മുഗൾ ഗാർഡനും കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശ്രീനഗറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റായ ലാൽ ചൗക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാൽ ചൗക്കിലേക്ക് കയറുവാണ്. സിക്കിമിലെ MG മാർഗ്, മണാലിയിലെ സ്ട്രീറ്റ് അതൊക്കെ പോലെ തന്നെയുണ്ട്. ഇൻ്റർലോക്കൊക്കെ പാകി 2 സൈഡിലും നിറയെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബിൽഡിങ്ങുകൾ, നടുക്കൂടെ ആളുകൾക്ക് ഇങ്ങനെ പോകാം. വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. സമയം കറക്റ്റാണ്, 7 ആയില്ല, 6:50 ആവുന്നേ ഉള്ളൂ. രാവിലെ 5:30 സമയം. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഡാൽ ലേക്കിലെ വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ ആളുകൾ ഓരോരുത്തരും അവരവരുടെ സാധനങ്ങൾ, വെജിറ്റബിൾസ് കൊണ്ട് വിൽക്കാനായിട്ട് വരും. കാണാനും ഇഷ്ടം പോലെ പേരുണ്ട്. ആവശ്യക്കാർ അവരുടെ സാധനങ്ങൾ മേടിക്കും. പല പല ടൈപ്പ് വെജിറ്റബിൾസാണ് അവർ ഓരോരുത്തരും കൊണ്ടുവരുന്നത്. തക്കാളി, ബ്രിഞ്ചാൾ ഇതുകൊണ്ട് ബട്ട് ഒരു റോസ് കളറിലാണ്.
പല വഴി കൂടി ആൾക്കാർ വരും. ഇതൊരു വഴി, പിന്നെ അതാണ്ട് ഇവിടെ ഒരു വഴിയുണ്ട്, ഇനി ഇതുവഴിയുണ്ട്. അങ്ങനെ 3 വഴികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 3 അല്ല, ഇവിടെ നിന്ന് ഒരെണ്ണമുണ്ട്, 4. അങ്ങനെ ഒരു ജംഗ്ഷൻ പോലെയാണിത് വെള്ളത്തിലെ. അതുകൊണ്ടാണ് ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റിനുള്ള സ്ഥലമായിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളുമായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുക. മലകളുടെ താഴ്വരയിൽ ഇങ്ങനെ ഡാൽ ലേക്കിലൊരു വെജിറ്റബിൾ മാർക്കറ്റ്. ചിലർ അവരുടെ സാധനങ്ങളുമായിട്ട് നടന്നു വരുവാണ്. ഇവിടുത്തെ ബ്രിഞ്ചാളിനാണ് ഒരു പ്രത്യേകത തോന്നിയത്. ആ ഒരു പിങ്ക് കളറാണ്. അങ്ങനെ മാർക്കറ്റ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. അങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ചിലരൊക്കെ ഇപ്പം കാണാൻ വരുന്നതേ ഉള്ളൂ, പക്ഷേ ലേറ്റായിപ്പോയി. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ തീരത്ത് തന്നെ ഓരോ കടകളൊക്കെ ഉണ്ട്. നല്ല വഴിയാണ്, കണ്ടൽക്കാട് പോലത്തെ വഴി. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് പള്ളിയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഹൗസ് ബോട്ടുകളാണ്. ഇങ്ങനെ പല പല ഹൗസ് ബോട്ടുകളുണ്ട്. സ്ട്രെയിറ്റ് അങ്ങ് ദൂരെ ആ ടവറിൻ്റെ ഇടത് സൈഡിലായിട്ടൊരു മന്ദിരം പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് ശങ്കരാചാര്യരുടെ ടെമ്പിൾ. അവിടെ പോകേണ്ടി വരും, പോവുമായിരിക്കും. അപ്പോൾ കാണിക്കാം. ആർട്ട് ഗ്യാലറിയൊക്കെ ഉണ്ട് ഇവിടെ, ഓപ്പൺ ആയിട്ടില്ല. ഇങ്ങനെ പല ടൈപ്പ് കടകളുണ്ട്. हाँ 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 ओ हाँ 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 ओके हाँ 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 ओके हाँ हाँ ഓ ഈ സൈഡെല്ലാം കടകളാണ്, പല പല കടകൾ. ഓപ്പൺ ആയിട്ടില്ല, നമ്മൾ രാവിലെ 7 മണിയാവുന്നതല്ലേ ഉള്ളൂ. SBIയുടെ ATM കൗണ്ടറും ഉണ്ട് ഇതിനകത്ത്. ഇത്രയും ഹൗസ് ബോട്ടുകൾ ആണ് ഷിക്കാര. ഈ ഹൗസ് ബോട്ട് സ്റ്റേക്ക് കൊണ്ടുവരുന്ന ഷിക്കാരകളാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവർ കളക്ട് ചെയ്തിട്ട് ഈ ഹൗസ് ബോട്ടിൽ കൊണ്ടുവരും ഇവർ. ഓക്കെ, എത്തി. വെജിറ്റബിൾ മാർക്കറ്റും ഡാൽ ലേക്കും ഒക്കെ കണ്ട് ഞാൻ എന്താ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയി കാണും. 2.5 മണിക്കൂറുണ്ടായിരുന്നു യാത്ര. അപ്പം ഉറക്കം ശരിയായില്ല, കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് അടുത്ത യാത്രയ്ക്ക് നോക്കാം. ഓക്കെ. കാശ്മീരി റൊട്ടി, ഓംലെറ്റ്, ഖാവ, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഒരു ഫോർട്ട് കാണാനാണ് പോകുന്നത്. അപ്പോൾ റോപ്പ് വേയിലാണ് പോകുന്നത്. ഇതെൻ്റെ ഹൗസ് ബോട്ട് ഓണറാണ്. ഇത് സ്കൂളാണ് കാണുന്നത്. ഇത് ഫോർട്ട്. इसके नीचे रहते हैं। हाँ 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 ये मुगलों का है। हाँ 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 इधर पढ़ाई होता था, एक जमाने में पढ़ाई होता था। हाँ 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 ओके इस्लाम की थी, इस्लाम हाँ 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 तालीम इस्लाम का होता था इसमें। हाँ ओके. ഇതാണ് ശ്രീനഗർ ഓൾഡ് സിറ്റി. ഇവിടെ ഹൈലി പോപ്പുലേറ്റഡ് ആണ്, അല്ലാതെ ലഡാക്ക് പോലെയല്ല. ഇതാണ് ഹരിപർബട്ട് ഫോർട്ടാണ് കാണാൻ പോകുന്നത്. കുറച്ചൊരു ട്രക്കിംഗ് പോലെ ഉണ്ട്. 1 കിലോമീറ്റർ നടന്ന് കയറണം. നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അധികം ആരും അങ്ങനെ വരാത്തൊരു സ്ഥലമാണിത്. നമ്മൾ ഫോർട്ടിലേക്ക് പോവുകയാണ്. എൻട്രൻസ് കഴിഞ്ഞു. അങ്ങ് ദൂരെ കാണുന്നതാണ് ഫോർട്ട്. നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയെന്ന് തോന്നുന്നു 100-300 സ്റ്റെപ്പ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. കയറി ഒരു വഴിയായി. എൻട്രൻസ് വെറും ഒരു എൻട്രൻസ് ആയിരുന്നു. ഇനി ഇതുപോലെ സ്റ്റെപ്പുകൾ കിടക്കുകയാണ് കയറാനായിട്ട്. ഫോർട്ട് ഈ ഫോർട്ട് അക്ബറാണ് പണിയാൻ തുടങ്ങിയത് 16-ാം നൂറ്റാണ്ടിൽ. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അഫ്ഗാൻ ഗവർണർ അട്ട മുഹമ്മദ് ഖാനാണ് 19-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ പണി തീർത്തത്. ഇത് ഫോർട്ടിലുള്ള ഒരു ഗുരുദ്വാരയാണ്. ഇന്ത്യയുടെ വലിയ കൊടിയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 2021-ലാണ് ഇവിടെ സ്ഥാപിച്ചത്. ഓൾഡ് കാശ്മീർ സിറ്റി ഫുൾ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. അടിപൊളി. ഇതാണ് കാശ്മീർ സിറ്റി. ആണ് മസ്ജിദ്. എന്താണെന്നൊന്ന് കയറി നോക്കിയേക്കാം. ഓക്കെ, ഒരു പ്രേയിങ്ങിനുള്ള സ്ഥലമാണ്. താഴേക്ക് ഇറങ്ങുകയാണ്. കണ്ടു കഴിഞ്ഞു. എൻ്റെ ഫൈനൽ വ്യൂ ഒന്നുകൂടി. ദൂരെ കാണുന്ന ടവറാണ് ലൊക്കേഷൻ. അതായത് ശങ്കരാചാര്യരുടെ മന്ദിർ അവിടെയാണ്. അപ്പോൾ അതിനടുത്താണ് ഈ ടവർ നിൽക്കുന്നത്. എവിടെ പോയാലും ഇത് കാണാൻ പറ്റും. അന്നത്തെ കാലത്തെ ഡോറൊക്കെ കണ്ടോ, മുള്ളൊക്കെ വെച്ച്. ഇവിടെ ഒരു ഷാർക്ക ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞു കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയി നോക്കാം. ഈ വഴിയൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് ആ അമ്പലം. ഒരു കല്ല് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നു. എന്താണെന്ന് അറിയില്ല. ഇത്ര ഉയരത്തിലാണ് ഈ അമ്പലം. ഫോർട്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അടുത്തൂടെ വേറൊരു വഴി ഉണ്ടായിരുന്നു. അതിലേ കൂടിയാണ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു 4 മിനിറ്റേ കാണിക്കാൻ കാണൂ. പക്ഷേ ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ചിലവഴിച്ചു. നമ്മുടെ ട്രിവാൻഡ്രത്തെ കിഴക്കേക്കോട്ടൊക്കെ പറയുന്ന പോലുള്ള ഒരു ഫോർട്ടാണെന്ന് തോന്നിയതും. കാര്യം ഇതിനകത്ത് ഉള്ള സ്ഥലങ്ങളാണ്, ഫോർട്ടിനകത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ ഫോർട്ടിനകത്താണ് ഈ സ്ഥലങ്ങളെല്ലാം. വരുന്ന വഴിക്ക് ശ്രീനഗറിലെ പുരാതനമായ ജമാ മസ്ജിദ് കണ്ടു. നല്ല സൂപ്പർ കൺസ്ട്രക്ഷൻ. ഒന്ന് കണ്ടേച്ചും പോവാം. ഇതിനോടൊപ്പം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയുണ്ട്. സാധാരണ അങ്ങനെ കാണാറില്ല. ഇതാണ് മസ്ജിദിൻ്റെ എൻട്രൻസ്. നല്ല മുഗൾ സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. ഇവിടുത്തെ ഇമാമിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിപ്പം പോയിട്ട് വന്ന ഫോർട്ട് കാണാം. വേണ്ടേ, ഇതൊരു പാർക്ക് പോലെ തന്നെ ഉണ്ട്. ആളുകളെല്ലാം ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും സൗന്ദര്യമുള്ളൊരു പള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് തടിയിൽ തീർത്തൊരു മോസ്കാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മോസ്കുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കാര്യങ്ങളെല്ലാം ഡിജിറ്റലാണ്. നിസ്കാര സമയം എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര നേരം, എപ്പം തുടങ്ങണം. പള്ളിയുടെ മുകൾ വശമാണിത്. ഇതാണ് ദസ്തീർ സാഹിബ് സറായി. എനിക്ക് വഴിയിൽ നിന്ന് ഐ ലവ് കാശ്മീർ ബസ് കിട്ടി. അപ്പോൾ 200 രൂപയാണ് ചാർജ്. ഇവർ ആ ഡാൽ ലേക്കിന് ചുറ്റും, ഡാൽ ലേക്ക് എന്തോ 25 കിലോമീറ്റർ ഉണ്ട്, അത് കംപ്ലീറ്റ് ചുറ്റി അങ്ങനെയാണെന്ന് തോന്നുന്ന പരിപാടി. നോക്കാം. ഈ ബസ് മൊത്തത്തിൽ ഞാൻ ഒരാളേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു സ്റ്റേഡിയം ഉണ്ട് അടുത്ത്. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം, വ്യൂ ഇട്ട് പോകുന്നു. നമ്മൾ ഡാൽ ലേക്ക് പരിസരത്തേക്ക് നീങ്ങുകയാണ് ബസ്. ഡാൽ ലേക്ക് സ്റ്റാർട്ടാവുകയാണ്. ഇതാണ് ഗട്ട് നമ്പർ 1. എന്തായാലും ഈ ബസ്സിൽ കയറിയോണ്ട് മുകളിലിരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിച്ചു തരാൻ പറ്റും. വളരെ മനോഹരമാണ്.
ആ വഴി അകത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇത് ഈ റൂട്ടാണ് മെയിൻ റൂട്ട്. ഇവിടങ്ങളിലുള്ളവർക്കെല്ലാം വൈകുന്നേരം വന്നിരിക്കാൻ ഡാൽ ലേക്ക് സൈഡ് മതി. ഈ സൈഡിൽ കാണുന്നതെല്ലാം ഹൗസ് ബോട്ട്സ് ആണ്. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ നീങ്ങുന്നതല്ല, അവിടെ താമസിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ ഉള്ളവരും വീട്ടുകാരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഒരു സൈഡിൽ അവർ കാണും, അപ്പുറത്ത് നമ്മളും കാണും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഷിക്കാരകൾ ഒരുപാട് കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ താമസിക്കുന്നവർ, ഈ ഹൗസ് ബോട്ടിൻ്റെ ഓണേഴ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഷിക്കാരകളിലാണ്. അപ്പോൾ ചില ഹൗസ് ബോട്ടുകൾക്ക് റോഡ് ആക്സസും ഉണ്ട്, ഈ ഷിക്കാര ആക്സസും ഉണ്ട്. എന്നാൽ ചില ഹൗസ് ബോട്ടുകൾക്ക്, അതായത് ഈ നടുക്ക്, ആ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന നടുക്കുള്ള ഹൗസ് ബോട്ട്സിന് ഷിക്കാര വഴി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ഇപ്പോൾ ഒരുപാട് പേര് ഈ സമയം, വൈകിട്ട് ഇപ്പോൾ 6 മണി കഴിഞ്ഞു, അപ്പോൾ ഈ സമയത്താണ് കൂടുതൽ പേരും ഈ ഷിക്കാര റൈഡിനൊക്കെ പോകുന്നത്. ഇപ്പം നമ്മുടെ ഇടത് സൈഡിലും മലയായി. നമ്മളിങ്ങനെ അടുത്തേക്ക് പോകുന്ന കണക്ക് ഫീലാണ്. ഈ ഹിമാലയം ഒരു കാഴ്ച തന്നെയാണ്. വൗ, സൂപ്പർ. കയറുമ്പോൾ ആരും ഇല്ലായിരുന്നെങ്കിലും ഇറങ്ങുമ്പോൾ ഇത്രയും പേരുണ്ട്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇത് ഷീപ്പിൻ്റെ മീറ്റാണ്. എനിക്ക് വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞിട്ടും ഇതിവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് തന്നതാണ്. ശങ്കരാചാര്യ മന്ദിറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇനി ലക്ഷ്യം. ഇതൊരു ട്രക്കിങ്ങിനുള്ള വഴിയാന്ന് തോന്നുന്നു. കുറച്ച് ദൂരമേ ഈ കല്ലൊക്കെ പാകിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കാടാണെന്ന് തോന്നുന്നു. നോക്കാം. ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. ഇത് താണ്ടി വേണം അങ്ങ് മുകളിലെത്താൻ. കറക്റ്റാണ് സംഭവം. അങ്ങ് മുകളിലാണ് ശങ്കരാചാര്യ മന്ദിർ. എനിക്ക് ഫ്രണ്ടിലായിട്ട് ഒരാൾ പോകുന്നുണ്ട്, അതുകൊണ്ടൊരു കൂട്ടായി. വീണ്ടും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കാട്ടിൻ്റെ നടുവിൽ കൂടിയാണ്. കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നല്ല ഉഗ്രം കാടായി ഇവിടെയെല്ലാം. ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ കുന്നൊക്കെ കയറി ഏകദേശം എൻട്രൻസിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇച്ചിരി പ്ലെയിനാണ്. കാട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 350 സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിരിക്കുകയാണ്. ഇതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം. കയറാവോന്നറിയില്ല, നോക്കാം. കുഴപ്പമില്ല. ഈ ബാക്കിലെ ടവറാണ് പലപ്പോഴും ലൊക്കേഷനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെയും മുകളിലാണ് നിൽക്കുന്നത്. ഇതാണ് പരി മഹൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണിത്. പതിനേഴാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഷാജഹാൻ്റെ മൂത്ത മകനാണിത് നിർമ്മിച്ചത്. സൂഫിസം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ. മുകളിലത്തെ നിലയിലേക്ക് പോകുകയാണ് ഇവിടെ നിന്ന്. ഇതാണ് ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ നില. മുകളിലേക്ക് കയറാം, ഏറ്റവും മുകളിലേക്ക്. ഇവിടെ ഒരു മനോഹരമായ ഗാർഡൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതോ താഴെ കാണുന്നത് ഗോൾഫ് കോഴ്സ് ആണെന്ന് തോന്നുന്നു. പിന്നൊരു എച്ച് എഴുതിയിരിക്കുന്ന ഹെലിപാഡാണോ എന്തോ അറിയില്ല. ഇതാണ് വ്യൂ.
ഇതിങ്ങനെ താഴോട്ട് ഒരു വഴി കാണുന്നു, ഇറങ്ങി നോക്കാം. വഴികൾ പലതായിട്ട് സ്പ്ലിറ്റ് ആവുകയാണല്ലോ. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഇത് ജസ്റ്റ് ഇവിടെ ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഓക്കെ, സൂപ്പർ. കണ്ണറകൾ നമുക്കിങ്ങനെ ഓരോയിടത്തും നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോവാം. അതെ, ഒരു വ്യൂ ഫോർട്ടിൻ്റെ. ഓക്കെ, താഴോട്ടേക്ക്. താഴോട്ടേക്ക് വീണ്ടും കിടക്കുന്നു. ഇതെന്താണ്, അണ്ടർഗ്രൗണ്ട് വല്ലതും ആണോ എന്ന് സംശയം. നോക്കാം. അല്ല, ഇവിടെയും പാർക്ക് തന്നെയാണല്ലോ. അടുത്ത ദിവസം ഞാൻ ഗുൽമാർഗിലേക്കാണ് പോയത്. സമ്മർ ടൈമിൽ ഗുൽമാർഗ് എങ്ങനെയാണെന്ന് നോക്കാം. വിൻ്റർ ടൈമിലാണ് മിക്കവരും ഗുൽമാർഗിലേക്ക് പോകുന്നത്. ഞാനൊരു പോണി റൈഡ് എടുത്തു. സോളോ ആയിട്ട് പോകുന്നവർക്ക് ഗുൽമാർഗ് എത്തേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. അത് വളരെ കൺഫ്യൂസിങ് ആണ്. പലർക്കും ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെയാണെന്ന് അറിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഡാൽ ലേക്ക് പരിസരത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ബട്ട്മാലുവിലേക്ക് ഷെയർ ടാക്സി കിട്ടും. ബട്ട്മാലു എത്തിയാൽ അവിടെ ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് താങ് മാർഗിലേക്ക് ബസ് കിട്ടും. താങ് മാർഗ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഗുൽമാർഗിലേക്ക് ഷെയർ ടാക്സി കിട്ടും. ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വരുന്നവർ പോകേണ്ടത്. മറ്റേത് എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ പോകാനുള്ള സംവിധാനങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. സാർ ഇനി നമ്മൾ ഇവിടുത്തെ ഗുൽമാർഗിലെ പഴയ മഹാരാജാവിൻ്റെ പാലസാണ് കാണാനായിട്ട് പോകുന്നത്. കാണുമ്പോൾ പുറമേ നിന്ന് ചെറുതാണെന്ന് തോന്നുമെങ്കിലും നല്ല My engine, lot of raspberry. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കീയിങ് ആൻഡ് മൗണ്ടനിയറിംഗ് ഇവിടെയാണ്. നമ്മുടെ ഹിമാലയമൊക്കെ കയറാൻ പോകുന്നവരും മൗണ്ടനിയറിംഗിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ ഇവിടെയാണ് കോച്ചിങ്. ടോംബ് ഓഫ് സൈനുൽ അബ്ദീൻസ് മദർ, പുരാതനമായ ഒരു ടോംബ് കാണാനാണ് നമ്മളിനി പോകുന്നത്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. എൻ്റെ ശ്രീനഗറിലെ ലാസ്റ്റ് ഡേ സ്റ്റാർട്ടായി. ശ്രീനഗർ ടു ബാരാമുള്ളയിലേക്കുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ പ്ലാൻ. വിൻ്റർ ടൈമിലാണിത് അടിപൊളി. ബട്ട് സമ്മർ ടൈം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ബാരാമുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ട്രെയിൻ. അതുവരെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോലും ഇവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആ ട്രെയിൻ റൂട്ടാണ് നല്ലത്. അല്ലാതെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് ബാരാമുള്ള ടൗൺ. റോഡിൻ്റെ നടുക്കായിട്ടാണ് കച്ചവടം. എന്നിട്ട് 2 സൈഡിലും വണ്ടികൾ പോകാനുള്ള വഴിയാണ്.
തെരുവുകൾ നിറയെ ഇന്ത്യൻ കൊടിയാണ്. തിരിച്ചു പോകാനായിട്ട് ഞാൻ വീണ്ടും സ്റ്റേഷനെത്തി. ഇതാണ് കാശ്മീരി വസ്വാൻ. ഒരു ഫുൾ താലി മീലിന് 750 റുപ്പീസ് ആവും. ഇത് അതിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രം. കാശ്മീരിലെ എൻ്റെ അവസാനത്തെ രാത്രിയാണ്. അപ്പം ഡാൽ തടാകത്തിൻ്റെ നൈറ്റ് വ്യൂ കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പിരിയാം. അപ്പോൾ ഇതൊക്കെ കിടക്കുന്നതൊക്കെ 5 സ്റ്റാർ ഹൗസ് ബോട്ടുകളാണ്, ഡീലക്സ് ഹൗസ് ബോട്ടുകളാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എനിക്ക് രാത്രി ആയപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു കട തപ്പി ഇറങ്ങിയപ്പോഴാണ് ക്യാപ്റ്റൻ ഷവർമ എന്ന് പറഞ്ഞൊരു കട കണ്ടത്. അത്യാവശ്യം നല്ല കടയാണ്. വേറെ എവിടെയും ഒരു നാരങ്ങ വെള്ളം കിട്ടാനില്ല. ഇവിടെ പല ഓഫേഴ്സ് ഉണ്ട്. നല്ല കടയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. Okay. Hi, this is Jalil from Captain Shawarma. I would like to invite each and everyone out there in India and even outside foreigners to come to Guard number 2 Boulevard to try our bestseller rice bowl and shawarmas. This is a new brand in Kashmir and alhamdulillah the response is very good. ഇത് ഡാൽഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, ദ വിൻറ്റേജ് ശ്രീനഗർ. 10,000 രൂപയൊക്കെ ആവും 1 ഡേ എന്നാണ് പറയുന്നത്. ഇതാണ് മൻസൂർ ഭായ്, എൻ്റെ ഹൗസ് ബോട്ടിൻ്റെ ഓണർ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും അവർ. ഇതാണ് മൻസൂർ ഭായിയുടെ ഹൗസ് ബോട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഇവർക്ക് ഷിക്കാരയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റൈഡെല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ കാശ്മീരിലേക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡാൽ ലേക്കിലാണ് സ്റ്റേ. അതുമാത്രമല്ല ലേക്ക് എൻട്രൻസ് ഉണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ റോഡ് ആക്സസ്സും ഉണ്ട്. ഞാൻ എല്ലാവർക്കും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നു. वो आना चाहिए कश्मीर, केरला से लोग आना चाहिए. हम यहाँ उनसे स्वागत करेंगे. सर्विस खुद ही करते हैं यहाँ. कश्मीर का सिचुएशन कैसा है अब? अभी ठीक है, बिल्कुल ठीक है. बिल्कुल नॉर्मल भी, बिल्कुल 95%, बिल्कुल 100% ठीक है. प्रॉब्लम नहीं? कोई प्रॉब्लम नहीं. आपने आप भी घूमे, आपने देखा है. हाँ हाँ, बिल्कुल कोई प्रॉब्लम नहीं है. ओके ओके. 10 साल से क्या क्या चेंज हो गया? बहुत चेंज हो गया. हाँ टूरिस्ट बढ़ गए हाँ तो हमारा रोज़गार भी बढ़ गया बहुत. हाँ हाँ. अब आज से जब रोज़गार बढ़ेगा तो हम भी काम करें. आप पूरा मेंटेन करेंगे. जो टूरिस्ट बैठेंगे हमारे कमरे में, हम उनको लगाएंगे, पैसा लगाएंगे तो अच्छा से अच्छा बना लेंगे. ओके. उनकी फैसिलिटी बहुत अच्छी की तरह करें. पैसे आएंगे तो कर देंगे. हाँ हाँ और हमें ये हाउस बोट को मेंटेनेंस में रखना पड़ता है. ये पानी के ऊपर है साहब. हाँ हाँ इसमें बहुत पैसा लगता है ठीक करने में. हाँ हाँ. इसमें मरम्मत लकड़ी बहुत कास्टली, देवदार की लकड़ी है, कास्टली लकड़ी है. अब कश्मीर का स्पेशल स्टेटस नहीं है ना? अच्छा और गलत है? अच्छा है. अच्छा है. क्यों? अभी बेहतरी हो गई ना, बहुत बेहतरी हो गया. हाँ 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 पहले तो अच्छा नहीं था, अब बेहतरी हो गया. हाँ, अब प्रॉब्लम नहीं अब है. कोई प्रॉब्लम नहीं. इससे बहुत सारा ठीक हो गया. ഓക്കെ इससे सारा ठीक हो गया. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, യാത്ര തിരിക്കുകയാണ്. ഷിക്കാര ദൂരേക്ക് പോകുന്നു. ഇവിടുന്ന് അവസാനമായിട്ട് ഈ ഡാലിലേക്ക് കൂടി ഒരു യാത്ര. എനിക്ക് തോന്നുന്നൊരു നൊസ്റ്റാൾജിയ വരുമെന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ. പ്രത്യേകിച്ചും ഞാൻ ഇവിടെ തന്നെ ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ട് പോവുകയല്ലേ. സാധാ ഒരു ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ട് പോകുന്നതല്ല, നമ്മൾ ഇവരുടെ ഒരു കൾച്ചറുമായിട്ട് ഇഴുകി ചേർന്ന്. ഇനി ഇങ്ങോട്ടേക്കൊരു വരവുണ്ടോ എന്നറിയില്ല. തിരികെ പോകാൻ സമയമായി. ബൈ ബൈ കാശ്മീർ.